2025 ക്രിസ്മസ് എക്സാമിന് ഡെറിവേറ്റീവ് എന്ന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. a/x⁴. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിന് y എന്ന് കൊടുക്കുക, a അങ്ങനെ തന്നെ എഴുതി. ഈ x⁴ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് അതിനെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് മാറ്റി എഴുതണം. ന്യൂമറേറ്ററിലേക്ക് മാറ്റുമ്പോൾ 4 എന്ന് +4 -4 ആവും എക്സ്പോണൻഷ്യലിന്റെ റൂൾ അനുസരിച്ച്. -b അങ്ങനെ തന്നെ നിർത്തി. x⁻² മുകളിലോട്ട് പോകുമ്പോൾ x⁻² ആവും. ഈ പ്ലസ് cos x അങ്ങനെ തന്നെ എഴുതുക. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും ഡെറിവേറ്റീവ് എടുത്ത് നമുക്ക് ആൻസർ ആയി. dy/dx എന്ന് പറയുമ്പോൾ a അവിടെ കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റും വേരിയബിളും കൂടെ വന്ന ആ കോൺസ്റ്റന്റിനെ അവിടെ നിർത്തിയിട്ട് വേരിയബിളിന്റെ മാത്രം ഡെറിവേറ്റീവ് ആണ്. അപ്പൊ x⁻n എന്ന് പറഞ്ഞ് നമുക്കറിയാം ഫോർമുല എന്ന് പറഞ്ഞാൽ n × x⁻n-1 ആണ്. അപ്പൊ നേരെ ഈ -4 ഇങ്ങോട്ട് വരും. അപ്പൊ ആ മൈനസ് ഒക്കെ ഒന്നും നമ്മൾ മുകളിലോട്ട് എഴുതണം, അല്ലെങ്കിൽ അത് 2 ഫംഗ്ഷൻ ആയിട്ട് വായിക്കും നമ്മൾ. അപ്പൊ ഒരു പവർ കുറയുമ്പോൾ x⁻−5 വരും. ഇനി -b അങ്ങനെ തന്നെ കോൺസ്റ്റന്റ് ആണ്, അങ്ങനെ തന്നെ എഴുതി. ദെൻ x⁻², ദാറ്റ് ഈസ് -2 × x⁻, പവർ ഒന്ന് കുറഞ്ഞ് -3 വരും. cos x-ന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഈക്വൽ ടു -sin x. ഇനി ഇതിനെ ഒന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. അപ്പൊ -4a x⁻5 ഈ 2 നെഗറ്റീവും കൂടെ കൂടുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് വരും. അപ്പൊ 2b x⁻3 -sin x വരും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെറിവേറ്റീവിൻ്റെ എല്ലാ പ്രോബ്ലംസും വളരെ ബേസിക് ആയിട്ട് നമ്മൾ ഇക്വേഷൻസ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഏത് പ്രോബ്ലവും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ക്ലാസ് ഓവറുടെ യൂട്യൂബ് ചാനലിനകത്ത് നമ്മൾ ബേസിക് ആയിട്ട് വരുന്ന ഡെറിവേറ്റീവിൻ്റെ എല്ലാ പ്രോബ്ലംസും എഴുതിയിട്ടുണ്ട്. മാക്സിമം നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.